നമുക്ക് കുരിശ് വരച്ചുകൊണ്ട് ഈ പ്രഭാത പ്രാർത്ഥനയിലേക്ക് കടക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഈശോയെ, നിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ നന്ദിയോടെ കരങ്ങൾ കൂപ്പുന്നു. ദാനമായി നൽകിയ ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെയെല്ലാം ഈശോയ്ക്ക് തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അനുദിന ജീവിതത്തിൽ പലവിധത്തിലുള്ള സങ്കടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. നീ മാത്രം അതറിയുന്നു. ഈശോയെ, ഞങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാമോ? ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് അവിടുന്ന് അഭയം നൽകണമേ. എൻ്റെ ഉള്ളിലെ സ്നേഹക്കുറവും മനസ്സിനേറ്റ മുറിപ്പാടുകളും ഈശോയെ, നിൻ്റെ തലോടലിൽ, നിൻ്റെ സ്നേഹത്തിൻ്റെ ചൂടിൽ, കരുതലിൻ്റെ തണലിൽ അവയൊക്കെ അലിഞ്ഞില്ലാതായി തീരുന്നു. തമ്പുരാനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ 10,000 മടങ്ങ് അങ്ങനെ സ്നേഹിക്കുന്നുണ്ടല്ലോ. എനിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ നീ തയ്യാറാണല്ലോ. എന്നെ നിന്റെ ചങ്കോട് എപ്പോഴും ചേർത്ത് വയ്ക്കാനല്ലേ നീ കാൽവരിയിൽ യാഗമായത്. എനിക്കിന്ന് എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും, കുറവുകളുടെ കൂമ്പാരമാണ് ഞാനെങ്കിലും, ഈശോയ്ക്ക് ഞാൻ എന്നും ഈശോയുടെ സ്വന്തം കുഞ്ഞാണ്. ഉള്ളു തട്ടി എൻ്റെ ഈശോയേ എന്ന് ഞാൻ വിളിക്കുമ്പോഴൊക്കെ 2 കൈയും നീട്ടി ഈശോയും അമ്മയും എൻ്റെ അരികിലുണ്ടല്ലോ. ആ ഈശോയുടെ കരവലയത്തിനുള്ളിലായിരുന്നു കൊണ്ട് ദൈവസ്നേഹം മുഴുവനും നമുക്ക് അനുഭവിച്ചറിയാം. നമ്മെ ഒത്തിരി സ്നേഹിക്കുന്ന ഈശോയെ, ഇന്നത്തെ ദിവസം നമുക്കും ഒരുപാട് സ്നേഹിക്കാം. ഒരു കൊച്ചു പാപം പോലും ചെയ്ത് വേദനിപ്പിക്കാതിരിക്കാനുള്ള കൃപയ്ക്കായിട്ട് ഈ സമയം പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ എന്ന ഈശോയുടെ വാക്കുകൾ നമ്മെ നോക്കി അവിടുന്ന് ചോദിക്കാതിരിക്കട്ടെ. എത്ര ജോലി തിരക്കിനിടയിലും ഈശോയെ നമുക്ക് ഓർക്കാം. ഈശോയെ നമുക്ക് മറക്കാതിരിക്കാം. ഈശോ എന്ന നാമം എപ്പോഴും നമ്മുടെ ഹൃദയത്തിലും അധരത്തിലും ഉണ്ടായിരിക്കട്ടെ. ഗത്സമനിയിൽ ആത്മനൊമ്പരത്തിൻ്റെ കാഠിന്യത്തിൽ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് വീണ മണിക്കൂറുകളിൽ ഈശോ ആഗ്രഹിച്ചത് ആരെങ്കിലും ഒന്ന് അടുത്തുണ്ടായിരുന്നെങ്കിലെന്നാണ്. എന്നോടൊപ്പം ആരെങ്കിലും ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്നാണ്. ജീവിതയാത്രയിൽ പലയാവർത്തി ഗത്സമനി അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതവും കടന്നുപോയിട്ടില്ലേ? അപ്പോഴൊക്കെ എന്നെയും നിന്നെയും ഏറ്റവും അധികം നൊമ്പരപ്പെടുത്തിയത് കൂടെ ആരുമില്ലല്ലോ എന്ന വേദനയല്ലേ? അങ്ങനെയൊന്ന് ഉണർന്ന് കൂട്ടിരിക്കാൻ പ്രിയപ്പെട്ടവരാരുമില്ല എന്ന തിരിച്ചറിവല്ലേ? സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലൊക്കെ എല്ലാവരും നമ്മുടെ കൂടെയുണ്ടാകും. എന്നാൽ സഹനവേളകളിൽ നീയും ഞാനും എപ്പോഴും തനിച്ചാണ്. ഇനി നമ്മളാരും ഒറ്റപ്പെടാതിരിക്കട്ടെ. ആരെയും നമുക്ക് ഒറ്റപ്പെടുത്താതിരിക്കാം. സങ്കടപ്പെട്ട് കണ്ണു നിറഞ്ഞ് ആരെങ്കിലുമൊക്കെ ഇന്ന് നിൻ്റെ മുൻപിൽ വന്നാൽ അവരെ കണ്ടില്ലെന്ന് നടിച്ച് പോകരുത് കേട്ടോ. ഒന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു കൂട്ടാവാൻ, അവരോട് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്ന് നിനക്കൊരവസരം കിട്ടിയാൽ അത് നഷ്ടപ്പെടുത്തരുതേ എന്നാണ് ഈശോ ഈ പ്രഭാതത്തിൽ നമ്മോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഇപ്പോൾ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയെ, ഈ ലോകം മുഴുവനിലേക്കും നിൻ്റെ കരുണ ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ തണലിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ മറച്ചു പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ ഉണ്ടാകണേ ഈശോയെ. പ്രാർത്ഥനകൾക്കെല്ലാം
എത്രയും വേഗം ഉത്തരം നൽകണേ തമ്പുരാനെ. നന്ദി ഈശോയെ, നന്ദി നിൻ്റെ സ്നേഹത്തിന്, കരുതലിന്, ചേർത്ത് പിടിക്കുന്നതിന്, എല്ലാറ്റിനും ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിൻ്റെ തിരുനാമത്തിന് മാത്രം മഹത്വമുണ്ടാകട്ടെ. ഈശോയെ നന്ദി, സ്തുതി, മഹത്വം. ഈശോയെ നിന്നെ കാണാനാ ക്രൂശിന്റെ മാറിൽ ചായുന്നു, ആശ്വാസം നിന്നിൽ തേടുമ്പോ ആനന്ദം ഉള്ളിൽ തിങ്ങുന്നു, കണ്ണീരിൽ മുങ്ങിത്താഴുമ്പോ ക്രൂശിൽ ഞാനർത്ഥം കാണുന്നു. ഈശോയെ നിന്നെ കാണാനാ ക്രൂശിന്റെ മാറിൽ ചായുന്നു, ആശ്വാസം നിന്നിൽ തേടുമ്പോ ആനന്ദം ഉള്ളിൽ തിങ്ങുന്നു, കണ്ണീരിൽ മുങ്ങിത്താഴുമ്പോ ക്രൂശിൽ ഞാനർത്ഥം കാണുന്നു. ഈ പ്രഭാതത്തിൽ ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മൾ ഓരോരുത്തരും കഴുകപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അവിടുത്തെ തിരുക്കുമാരൻ്റെ വിലതീരാത്ത തിരുരക്തത്തിന് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. ആ വിശ്വാസം ഞാൻ പ്രഖ്യാപിക്കുന്നു. ആ മൂല്യമായ തിരുരക്തം കൊണ്ട് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും എന്നെ തന്നെ പൂർണ്ണമായും വിശുദ്ധീകരിക്കണമേ. എൻ്റെ ശിരസ്സ് മുതൽ പാദം വരെ ഓരോ അവയവങ്ങളും ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകണമേ. എൻ്റെ ശിരസ്സിനെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകണമേ. എൻ്റെ കണ്ണുകളെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകണമേ. എൻ്റെ കാതുകളെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകണമേ. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ഈശോയുടെ തിരുരക്തത്താൽ കഴുകണമേ. ഈ സമയം എല്ലാ രോഗികളും ഈശോയുടെ തിരുരക്തത്താൽ കഴുകപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഓ ഈശോയെ, എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ ഭവനത്തെയും അതിൻ്റെ പരിസരങ്ങളെയും ഈശോയുടെ തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടാരൂപിയുടെ എല്ലാ അലട്ടലുകളിൽ നിന്നും, ഞെരുക്കങ്ങളിൽ നിന്നും, നാശനഷ്ടങ്ങളിൽ നിന്നും, കടബാധ്യതയിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും എല്ലാവരെയും സംരക്ഷിക്കണമേ. അങ്ങയുടെ ആലയമായ എൻ്റെ ശരീരത്തെ പവിത്രീകരിക്കണമേ. ആത്മീയവും മാനസികവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും അങ്ങയുടെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് എന്നെയും എനിക്കുള്ളവരെയും സംരക്ഷിക്കണമേ. ഈശോയെ, ഈ സമയം എല്ലാ മദ്യപാനികളെയും സമർപ്പിക്കുന്നു. ഈശോയുടെ തിരുരക്തം കൊണ്ട് എല്ലാ മദ്യപാനികളെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിൻ്റെ അടിമത്തം, ആസക്തി ഇവരിൽ നിന്ന് വിട്ടുമാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഗർഭിണികളും ഗർഭസ്ഥ ശിശുക്കളും ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബനാഥന്മാരെയും ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഈശോയുടെ തിരുരക്ത കടലിൽ മുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വലിയ കടഭാരം കൊണ്ട് വേദനിക്കുന്ന മക്കളെല്ലാം ഈശോയുടെ തിരുരക്തത്തിൻ്റെ തണലിലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആത്മഹത്യാ പ്രവണതയുള്ള മക്കളെയൊക്കെ ഈശോയെ അതിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തം കൊണ്ട് അവരുടെ ചിന്തകളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷനൊക്കെ അടിപ്പെട്ടു പോയ മക്കളെ ഈശോയെ അവിടുന്ന് ഈ സമയം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പാപികളെയും കർത്താവെ ഈ സമയം അവിടുന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തം കൊണ്ട് അവരെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ മാനസാന്തര അനുഭവത്തിലേക്ക് അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെയും സന്യസ്തരെയും ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലുള്ള ഓരോ കുടുംബങ്ങളും ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം അവർക്ക് ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഈ സമയം ഞങ്ങളുടെ ഭവനത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൻ്റെ 4 അതിർത്തികളിലായിട്ട് ഈശോയുടെ തിരുക്കുരിശ് ഇപ്പോൾ നാട്ടണമേ. തിരുരക്തം കൊണ്ട് വേലി കെട്ടി ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തിന്മയുടെ ശക്തികളും ഞങ്ങളുടെ കുടുംബത്തിലേക്കോ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്കോ കടന്നു വന്ന് ആക്രമിക്കുവാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിനാൽ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം മുദ്ര ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഞങ്ങളുടെ വീട്ടിലുള്ള വാഹനങ്ങളെല്ലാം സമയം ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. വാഹനങ്ങൾ പോകുന്ന വഴികളിലെല്ലാം ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യാത്രയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും കര, കടൽ, ആകാശം ഈ മാർഗത്തിലൂടെയൊക്കെ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കൾക്കെല്ലാം ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആപത്തുകൾ, അപകടങ്ങൾ, മാറാവ്യാധികൾ, തീരാരോഗങ്ങൾ, ദുഃഖങ്ങൾ ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം ഞങ്ങൾക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ പാപിയായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ പാപിയായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ പാപിയായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ഇന്ന് ലോകത്തിലുള്ള ഭൂരിപക്ഷ മനുഷ്യരും പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിഞ്ഞുകൂടുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി പലതും ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. ജോലി നഷ്ടം, സാമ്പത്തിക പ്രതിസന്ധി, രോഗങ്ങൾ, വിദേശ ജോലിക്ക് തടസ്സം, മുടങ്ങിപ്പോയ വീടുപണി, ലോൺ അടയ്ക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഭാവിയിലേക്ക് നോക്കുമ്പോൾ പ്രതീക്ഷയുടെ ഒരു തരി വെളിച്ചം പോലും കാണാൻ കഴിയാതെ വിഷമിക്കുന്നവർ നമുക്കിടയിൽ ധാരാളമുണ്ട്. എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും പ്രത്യാശ നഷ്ടപ്പെടുത്താതെ ജീവിക്കേണ്ടവരും ദൈവത്തിൽ ശരണം വയ്ക്കേണ്ടവരുമായിരിക്കണം നമ്മൾ. ഇവിടെയാണ് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ശക്തിയായി കടന്നു വരുന്നത്. ഈ വചനം നമ്മുടെ ഇരുളകറ്റുകയും വെളിച്ചം ഉള്ളിൽ നിറയ്ക്കുകയും ചെയ്യും. ഈ തിരുവചനം നാം ദിവസവും വായിക്കുക. നിരാശാഭരിതമായ സാഹചര്യങ്ങളിൽ പ്രത്യാശയിൽ ജീവിക്കാൻ ഇത് നമ്മെ സഹായിക്കും. ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ് നിങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിലും നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും. കർത്താവ് അരുളി ചെയ്യുന്നു. കാണുക ക്രൂശിൻ പാതയിൽ 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 ഘോരമാ മരക്കുരിശേന്തി പോകുമാ ദേവകുമാരൻ.
ക്രൂശിൻ പാതയിൽ 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 ഘോരമാമരക്കുരിശേന്തി പോകുമാ ദേവകുമാരൻ. കാണുക ക്രൂശിൻ പാതയിൽ 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 പാതയിൽ